ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചധികം വീഡിയോസിൽ നമ്മൾ കണ്ടുമുട്ടിയത്. ഇനി അത്തരത്തിലൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിക്കുക, നല്ലോണം പഠിച്ച് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ആവാതെ എല്ലാവരും കാണും. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ഷേത്രവാദ്യങ്ങളെ പറ്റിയാണ്. നമുക്ക് അറിയാം ഒരു ഏരിയയാണ് ക്ഷേത്രവാദ്യം എന്നുള്ളത്. അപ്പോൾ ആ ക്ഷേത്രവാദ്യങ്ങൾ എന്തൊക്കെയാണ് ക്ഷേത്രവാദ്യങ്ങൾ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്, സാധാരണയായി നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശംഖ്, ഇടയ്ക്ക, തിമില, ചെണ്ട, മദ്ദളം, ഇലത്താളം, കൊമ്പ്, ചേങ്ങില, മരപ്പാണി എന്നിവയാണ് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ഉപയോഗിക്കുക. ഇവയൊക്കെ ഓരോരോ ആവശ്യ സമയത്തായിരിക്കും ഓരോന്ന് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. ഇതിൽ നമ്മൾ പറയുന്നു, ഇതിൽ അസുരവാദ്യം എന്ന് പറയുന്നത് ഏതാണ്? ചെണ്ടയാണ് ഇതിൽ അസുരവാദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ചെണ്ടയാണ് ഇവിടെ നമുക്ക് അസുരവാദ്യം എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയൊക്കെ, അതായത് ഇടയ്ക്ക ആയിക്കോട്ടെ, ശംഖായിക്കോട്ടെ, തിമില ആയിക്കോട്ടെ, മദ്ദളം ആയിക്കോട്ടെ, വീക്കൻ ചെണ്ട ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ദേവവാദ്യങ്ങളാണ്. ഇതിൽ ചെണ്ടയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസുരവാദ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഓരോ വാദ്യത്തെ പറ്റി നമുക്ക് പഠിക്കാം. ഒന്നാമതാണ് ശംഖ്. സാധാരണഗതിയിൽ ശംഖ് വിളിക്കുക എന്നത് ദേവനെ ഉണർത്തുക എന്ന രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ട്, അതായത് ഒരു ദിവസം തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് പള്ളി ഉണർത്തുക എന്ന് പറയുന്നത് ശംഖുനാദത്തോടു കൂടിയാണ് ദേവനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എണീപ്പിക്കുക, ഉണർത്തുക. അപ്പോൾ അത്തരത്തിലൊരു ദേവവാദ്യം കൂടിയാണ് ശംഖ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൂടാതെ ശംഖിന് ഓങ്കാരമായ ധ്വനിയെ പറ്റിയാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. ആ ശംഖ് വിളിയിൽ തന്നെ ഓം എന്നൊരു ധ്വനിയാണ് ആ ശംഖിന്റെ നാദത്തിലുള്ളതെന്നും കൂടി നമുക്കിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പൂജകൾ, അതുപോലെ കലശ അഭിഷേകങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സമയം, ദീപാരാധന, തൃപ്പുക, നിവേദ്യ സമയം, ഇങ്ങനെയുള്ള എല്ലാ സമയത്തും ശംഖ് വിളിക്കുക എന്നത്, അതായത് ഒരു മംഗളകരമായ ധ്വനി മുഴക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശംഖ് എന്നുള്ളത് നമ്മളെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതായത് ഒരു ദിവസത്തിലെ ക്ഷേത്രത്തിലെ ഒരുപാട് ചടങ്ങുകൾക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാദ്യമാണ് ശംഖ് എന്ന് പറയുന്നത്. ശംഖിന്റെ പ്രധാന ധ്വനി എന്ന് പറയുന്നത് ഓങ്കാര ധ്വനിയാണ്. ഓക്കെ, നോക്കാം. അടുത്തത് ഇടയ്ക്ക. എന്താണ് ഇടയ്ക്ക? സംഗീതാത്മകമായ ഉപകരണമാണ് ഇടയ്ക്ക. അതായത് അമ്പലത്തില്, ക്ഷേത്രത്തിൽ നട അടച്ചുള്ള പൂജകൾക്ക്, ദീപാരാധനക്കൊക്കെ ഇടക്ക കൊട്ടിപ്പാടുക, അതായത് കൊട്ടിപ്പാടി സേവ എന്നൊരു കാര്യം കൂടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലേ. സാധാരണഗതിയിൽ ഏതാണോ ദേവൻ, ആ ദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് പൂജയ്ക്കിടയിൽ, പ്രസന്ന പൂജ എന്ന സമയത്ത് നമ്മൾ ക്ഷേത്രത്തിലെ നടയടച്ചുകൊണ്ടും അതേപോലെ ദീപാരാധന സമയത്ത് നടയടച്ചുകൊണ്ടൊക്കെ നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള കഥകളും മറ്റും കാവ്യാത്മകമായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊട്ടിപ്പാടി സേവ ചെയ്യാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇടയ്ക്ക എന്നത്. അപ്പൊ സാധാരണ ഓരോരോ സമയത്തും, അതായത് ഇടയ്ക്കയിലെ പ്രത്യേകം വായ്ത്താരികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരോ സമയത്തും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഓരോരോ സമയത്തും നമുക്ക് ഇടയ്ക്കകളെ നമുക്ക് വാദ്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാദ്യം കൂടിയാണ് ഇടയ്ക്ക എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാൻ പറ്റുന്നത് തിമില അല്ലെങ്കിൽ വീക്കൻ ചെണ്ട. നോക്കൂ, തിമില ക്ഷേത്രത്തിനകത്ത് ശ്രീഭൂതബലി വിശേഷാൽ പഞ്ചവാദ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ശ്രീഭൂതബലിക്ക് കൊട്ടുവാനുള്ള എണ്ണം, വായ്ത്താര് എന്നിവ താളമാക്കി വെച്ചിരിക്കുന്നത് തിമിലയിലും വീക്കൻ ചെണ്ടയിലാണ്. അതായത് നമുക്കറിയാം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾക്ക് ഓരോരോ ബലിക്കലിലും ഹവിസ് തൂകുന്നത്, ആ തൂകുന്നതിന്റെ താളാത്മകമായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും തിമിലയിലും അതേപോലെ വീക്കൻ ചെണ്ടയിലും കാണാം. അതായത് ശ്രീഭൂതബലിക്ക് തന്ത്രി തൂവുന്നതനുസരിച്ചാണ് കൊട്ടുന്ന എണ്ണം, അതായത് ഓരോ സ്ഥലത്തും എത്ര എണ്ണം അവിടെ തൂവുന്നതിന്റെ എണ്ണം, അതേപോലെ അതിന്റെ താളം എന്നൊക്കെ വീക്കൻ ചെണ്ടയുമായിട്ടും അല്ലെ തിമിലയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കണക്കാക്കാറുള്ളത്. ഓക്കെ, അടുത്തത് മദ്ദളം. പഞ്ചവാദ്യത്തിലാണ് പ്രധാനമായും തിമിലയോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു വാദ്യം കൂടിയാണ് മദ്ദളം. ആ പഞ്ചവാദ്യ സമയത്താണ് കൂടുതലായിട്ടും മദ്ദളം നമ്മൾ ഉപയോഗിക്കുക. മറ്റ് ക്ഷേത്രത്തിലെ നിത്യ ചടങ്ങുകൾക്കൊന്നും നമ്മൾ സാധാരണഗതിയിൽ മദ്ദളം ഉപയോഗിക്കാറില്ല. പിന്നീടാണ് ചെണ്ട. ചെണ്ട എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ചെണ്ട എന്താണ്, ഒരു അസുരവാദ്യമാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അസുരവാദ്യം കൂടിയാണ് ചെണ്ട. സാധാരണഗതിയിൽ ക്ഷേത്രത്തിനകത്ത് കലശ പൂജകൾ, അതേപോലെ കലശാഭിഷേകങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ചെണ്ട ഉപയോഗിക്കുക. അതുകൂടാതെ ചെണ്ടയിൽ വിവിധ മേളങ്ങൾ കൊട്ടുമെങ്കിലും ചെമ്പട എന്ന മേളമാണ് ക്ഷേത്രത്തിനകത്ത് കൊട്ടുക. ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നുണ്ടെങ്കിൽ കൂടുതലായും ചെമ്പട മേളത്തിലായിരിക്കണം നമ്മൾ കൊട്ടുന്നുണ്ടാവുക. പിന്നെയാണ് ഇലത്താളം, കുഴൽ, കൊമ്പ്. അതായത് മേളങ്ങളുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടി വാദ്യങ്ങൾ ആണ് ഇവ കൂടി ഉണ്ടായാലേ മേളം പഞ്ചവാദ്യം ഭംഗിയാവും. അതായത് ഇവക്കൊക്കെ പ്രത്യേകമായിട്ടും താളവും രാഗവും ഉണ്ട്. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യാം, ഇവയായിക്കോട്ടെ, അതായത് ഇലത്താളമായിക്കോട്ടെ, കുടലായിക്കോട്ടെ, കൊമ്പായിക്കോട്ടെ, ഇവയൊക്കെ മുന്നോട്ട് പോകുന്നത് അവയൊക്കെ താളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ മരപ്പാണി. മരപ്പാണി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്.
അതായത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദേവവാദ്യം കൂടിയാണ് മരപ്പാണി എന്ന് പറയുന്നത്. ഓക്കെ, ഉത്സവ ബലി, അതേപോലെ വലിയ കലശങ്ങള്, പൂജ, അതായത് കലശാഭിഷേകങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് കൂടുതലായിട്ട് മരപ്പാണികൾ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, മരപ്പാണിയിൽ കൊട്ടുന്നത് തന്ത്രി ദേവനെ ആവാഹിക്കുന്നതും ഒരേ കണക്കിലാണ്. പാണിയിൽ പിഴച്ചാൽ കോണി എന്നൊരു ചൊല്ല് തന്നെ നമ്മളെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടും, അതായത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടും, അതേപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ അതിസങ്കീർണമായിട്ടുള്ള മേഖലയിൽ കൂടി നമ്മൾ കണക്കാക്കുന്ന ഒരു വാദ്യമാണ് മരപ്പാണി എന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറയാം ദേവനെ ആവാഹിക്കുന്നതും അതേപോലെ മരപ്പാണി കൊട്ടുന്നതും അത് ഏതാണ്ട് ഒരേ താളത്തിലായിരിക്കണം. ആ താളം പിഴച്ചു പോവാതെ ശരിയായ രീതിയിൽ പഠിച്ചെടുത്തുകൊണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ മരപ്പാണി നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും ക്ഷേത്രവാദ്യങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. ക്ഷേത്രവാദ്യങ്ങൾ നമുക്കൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് പഠിക്കുക തന്നെ വേണം. അതുകൂടാതെ നമുക്കറിയാം ഇവിടെ നമ്മളുടെ ദേവസ്വം ബോർഡിന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി, അതായത് സ്പെഷ്യൽ മെന്റർഷിപ്പ് ആയിക്കോട്ടെ, PDF നോട്ട് ആയിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഇത്തരത്തിൽ നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓഫറുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളെ പറ്റി അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഓഫറുകളെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു ഏരിയ നമുക്ക് പഠിക്കാം. ആ പുതിയ ഏരിയയുമായിട്ട് ഞാൻ വരാം. അതുവരെ ഇപ്പോൾ ബൈ.